ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? ഇഫ് ആംഗിൾ ബി ആൻഡ് ആംഗിൾ ക്യൂ അക്യൂട്ട് ആംഗിൾ സച്ച് ദാറ്റ് സൈൻ ബി ഈസ് ഈക്വൽ ടു സൈൻ ക്യൂ, ദെൻ പ്രൂവ് ദാറ്റ് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ. ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും അക്യൂട്ട് ആംഗിൾ എന്നാണ് പറയുന്നത്. എന്താണ് ഈ അക്യൂട്ട് ആംഗിൾ? അതായത് ആംഗിൾ ബി ആംഗിൾ ക്യൂ ഈസ് ആൻ അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രിക്ക് താഴെ, അതായത് 45 ഡിഗ്രി, 63 ഡിഗ്രി, 89 ഡിഗ്രി വരയ്ക്കും. മനസ്സിലാവുന്നുണ്ടോ? 0 ഡിഗ്രി തൊട്ട് 89 ഡിഗ്രി വരെ. 89 ഡിഗ്രി കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ അത് അക്യൂട്ട് അല്ല, ആ റൈറ്റ് ആംഗിൾ ആവും. അപ്പൊ ആംഗിൾ ബിയും ആംഗിൾ ക്യൂ എന്താണ്? അക്യൂട്ട് ആംഗിൾ എന്നാണ് പറയുന്നത്. അതായത് 0 ഡിഗ്രി തൊട്ട് 89 ഡിഗ്രിക്ക് അകത്ത് വരുന്ന ആംഗിൾ എല്ലാം അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പൊ ബിയും ക്യൂവും അക്യൂട്ട് ആംഗിൾ ആണെന്ന് പറഞ്ഞു. സച്ച് ദാറ്റ് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ, അതായത് ബി എന്ന് പറയുന്ന ആംഗിളിന്റെ സൈൻ റേഷ്യോയും ക്യൂ എന്ന് പറയുന്ന ആംഗിളിന്റെ സൈൻ റേഷ്യോയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ then prove that angle B equal to angle Q. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ചെയ്യുക എന്തെന്ന്? ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ്, രണ്ടും ഒരേ ആംഗിൾ ആണ്, സെയിം ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു രണ്ട് ട്രയാങ്കിൾ ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആംഗിൾ ബി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രയാങ്കിളും ആംഗിൾ ക്യൂ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ട്രയാങ്കിൾ. അതായത് സൈൻ റേഷ്യോ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് ട്രയാങ്കിൾ എന്തെന്ന് ഉറപ്പിക്കാം? ഇറ്റ്സ് എ 90 ഡിഗ്രി ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് ഈ രണ്ട് ട്രയാങ്കിളും എന്ന് നമുക്ക് ഉറപ്പിക്കാം. ബിക്കോസ് സൈൻ റേഷ്യോ, കോസ് റേഷ്യോ, ട്രിഗ്നോമെട്രി റേഷ്യോസ് എല്ലാം എന്താണ്? 90 ഡിഗ്രി ട്രയാങ്കിളിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിൾ വരയ്ക്കാം. ഫസ്റ്റ് ട്രയാങ്കിൾ ഞാൻ വരയ്ക്കുകയാണ്. ദെൻ സെക്കൻഡ് ട്രയാങ്കിൾ. ആംഗിൾ ബിയും ആംഗിൾ ക്യൂ അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് എന്ന് വെച്ചാൽ 90 ഡിഗ്രി താഴെ. ഇതൊക്കെ 90 ഡിഗ്രിക്ക് താഴെയാണ്. ഇതാണ് 90 ഡിഗ്രി. പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ദിസ് ഈസ് നോട്ട് പെർപെൻഡിക്കുലർ, സോ ഇറ്റ്സ് ആൻ അക്യൂട്ട് ആംഗിൾ. 90 ഡിഗ്രിക്ക് താഴെ ആണ് വരുന്നത്. അപ്പൊ ഇതിന് ഞാൻ എന്ത് കൊടുക്കാം? ആംഗിൾ ബി. അപ്പൊ ഇത് ബി ആണെങ്കിൽ ഇത് എന്തായിരിക്കും? എ, ഇത് സി. ഇത് വന്നിട്ട് 90 ഡിഗ്രി ആയതുകൊണ്ട് 90 ഡിഗ്രിക്ക് ഇതാണ് സിമ്പല്. അടുത്ത അക്യൂട്ട് ആംഗിൾ ഏതാണ്? ആംഗിൾ ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആയിരിക്കും ആംഗിൾ ക്യൂ വരുന്നത്. ഇത് ആംഗിൾ ക്യൂ ആണെങ്കിൽ ഇത് പി ക്യൂ ആർ. ഈ ആർ വന്നിട്ട് നമുക്ക് 90 ഡിഗ്രി എന്ന് പറഞ്ഞ് കൊടുക്കാം. ഞാനിവിടെ രണ്ട് ട്രയാങ്കിൾ വരച്ചു. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ. പി ക്യു ആറിലെ ക്യൂവും ബിയും അക്യൂട്ട് ആണെന്ന് കൊടുത്തു കഴിഞ്ഞു. ഇനി എനിക്കിത് പ്രൂവ് ചെയ്യണം, ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണെന്ന്. അപ്പൊ സാധാരണ രണ്ട് ട്രയാങ്കിളിലെ ആംഗിൾ എല്ലാം ഈക്വൽ ആവുന്നത് സിമിലർ ട്രയാങ്കിൾ ആണ്, അല്ലെ? രണ്ട് സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കും. ആ രണ്ട് ട്രയാങ്കിളിലെ ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് പറയുന്നുണ്ട് എന്താണ്? സൈൻ ബി ഈക്വൽ ടു സൈൻ ക്യൂ. സൈൻ റേഷ്യോ ബി ഈസ് ഈക്വൽ ടു സൈൻ റേഷ്യോ ഓഫ് ക്യൂ എന്ന് പറയുന്നത് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതോടെ നമുക്ക് എന്തെന്ന് എഴുതാം? ഗിവൺ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് അത് ഗിവൺ എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ സൈൻ ബി, ഈ ബി സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്? ഏതാണോ ആംഗിൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പൊ ബി ആണ് ഇവിടുത്തെ ആംഗിൾ. അപ്പൊ ബി എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടേനസ് ആരാണ്? എ ബി. ബിക്കോസ് എന്താണ്? ഇതാണ് 90 ഡിഗ്രി. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിലാണ് ഹൈപ്പോട്ടേനസ് കിടക്കുന്നത്. സോ എ ബി ഇസ് ദ ഹൈപ്പോട്ടേനസ്, എ സി ഇസ് ദ ഓപ്പോസിറ്റ് സൈഡ്. ഈ ബി എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ സൈൻ ബി ഈസ് ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. അപ്പൊ ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? എ സി ബൈ ബിയുടെ ഈ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് ഇതാണ്, എ ബി. ആൻഡ് അതുപോലെ തന്നെ സൈൻ ക്യൂ. ക്യൂ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, പി ആർ ഡിവൈഡഡ് ബൈ ഈ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടേനസ് ഏതാണ്? ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കണം. ഇതാണ് ഹൈപ്പോട്ടേനസ്. അപ്പൊ പി ക്യൂ. ഓക്കെ. അപ്പൊ രണ്ടുപേരുടെയും റേഷ്യോ നമ്മൾ എഴുതി. കാരണം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ് സൈൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും എഴുതി. ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഇത് ഈക്വൽ ടു ഇതെന്ന് എഴുതാം. കാരണം എന്താണ്? സൈൻ ബിയും സൈൻ ക്യൂവും ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ റേഷ്യോയും ഈക്വൽ ആയിരിക്കും. അപ്പൊ എ സി ഡിവൈഡഡ് ബൈ എ ബി, എ സി ഡിവൈഡഡ് ബൈ എ ബി ഈക്വൽ ടു പി ആർ ഡിവൈഡഡ് ബൈ
പി ക്യൂ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ഇപ്പോൾ നമുക്ക് രണ്ട് റേഷ്യോകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇവിടെയും കൊണ്ടുവരാം. ഈ ന്യൂമറേറ്ററിനെ ഈ ഡിനോമിനേറ്ററിലോട്ടും ഈ ഡിനോമിനേറ്റർ നമുക്ക് ഈ ന്യൂമറേറ്ററും കൊണ്ടുപോകാൻ സാധിക്കും. ഇതിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും, ഈ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ. അപ്പൊ എ സി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്തായി മാറും? പി ആർ ഇസിക്കൽ ടു. അതുപോലെ തന്നെ ഈ ഡിനോമിനേറ്ററിനെ നമുക്ക് ന്യൂമറേറ്ററിലും കൊണ്ടുപോകാൻ പറ്റും. ഇത് ഇങ്ങോട്ട് വരും. അതെങ്ങനെ എഴുതാം? അപ്പൊ ഇത് ന്യൂമറേറ്റർ ആകുമ്പോഴത്തേക്ക് എ ബി ഡിവൈഡഡ് ബൈ ഈ പി ക്യു. ഓക്കെ, ഓക്കെ. അപ്പം ഇപ്പോൾ ഇവിടെ എന്താണ് ഇരിക്കുന്നത്? എ സി. എ സി എന്ന് പറയുന്നത് ഈ ആംഗിളുടെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ പി ആർ. പി ആർ എന്ന് പറയുന്നത് ഈ ആംഗിളുടെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ എ സി ബൈ പി ആർ എന്ന് കിട്ടി. അത് ഇതിന്റെ റേഷ്യോ ഇതിന്റെ റേഷ്യോ. അപ്പൊ അതിന് സെയിം റേഷ്യോ ആണ്, ഇത് രണ്ടിന്റെ വാല്യൂ 1 എന്ന് കിട്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ. അതുപോലെ പി ബി ബൈ പി ക്യു. എ ബി ആണ്. എ ബി ബൈ പി ക്യു. എ ബി എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടൈനസും പി ക്യു എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടൈനസ്. അപ്പൊ ഇത് ഹൈപ്പോട്ടൈനസിന്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ട് ഈക്വൽ ആകുമ്പോൾ ഹൈപ്പോട്ടൈനസിന്റെ റേഷ്യോ ഈക്വൽ ആകും. അപ്പൊ എ ബി ബൈ പി ക്യു എന്ന് പറയുന്നത് എത്രയാവും? 1 ആവും. വിച്ച് ഈസ് ഈസിക്കൽ ടു. അപ്പൊ ഇതിന്റെ റേഷ്യോ ഈസിക്കൽ ടു ഇതിന്റെ റേഷ്യോ ഈസിക്കൽ ടു ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനെ നമുക്ക് കെ എന്ന് കൊടുക്കാം, കാരണം 1 അല്ലേ കിട്ടുന്നത്. അപ്പൊ 1 ഈസിക്കൽ ടു ആ ഒരു വാല്യൂ. ഇവിടെ ഇത് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും, ഇത് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ 3 എന്ന് വെച്ചോ, ഇത് വന്നിട്ട് 5 എന്ന് വെച്ചോ, ഇത് 3 എന്ന് വെച്ചോളൂ, ഇത് 5 എന്ന് വെച്ചോളൂ. അപ്പൊ 3/5 ഈസിക്കൽ ടു 3/5 എന്നുള്ളതല്ലേ ഈ ഒരു ഫോർമാറ്റിന്റെ എക്സ്പ്ലനേഷൻ. ഇത് ഇവിടെ വരുമ്പോൾ എന്തായി മാറും? വിച്ച് ഇംപ്ലൈസ് 3 താഴെ വരും അല്ലെ, 3 ഡിവൈഡഡ് ബൈ 3 ആകും. ഈ 5 മോളിൽ പോകുമ്പോൾ എന്താവും? 5 മോളിൽ വരുമ്പോൾ 5 ഡിവൈഡഡ് ബൈ ഈ 5. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? എത്ര ആയിരിക്കും? 3/3 ഈക്വൽ ടു 1 ആവും. 5/5 ഈക്വൽ ടു 1 ആവാം. സോ വിച്ച് ഈസ് ആൻസർ ഈസ് കെ. 1 ഈസ് ദ കോൺസ്റ്റന്റ്. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു വാല്യൂ വെച്ച് മീൻ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഞാനിത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഈ വാല്യൂ കൊടുത്തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുക്കും. ഇനി അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ് എഴുതി കഴിഞ്ഞു. ഇനി എനിക്ക് ഈ അഡ്ജസന്റ് സൈഡ് നോക്കാം. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് പൈതഗോറസ് തിയറം അനുസരിച്ച് ബേസ് ആണ് അല്ലെ, ഈ ട്രയാങ്കിളിന്റെ ബേസ് ആണ് ഈ ബി സി എന്ന് പറയുന്നത്. അപ്പൊ ബി സി എന്ന് പറയുന്ന ബേസ് അറിയണമെങ്കിൽ എന്ത് എഴുതാൽ മതി? ബി സി സ്ക്വയർ ഇസിക്കൽ ടു അല്ലെ, ബേസ് സ്ക്വയർ ഇസിക്കൽ ടു ഹൈപ്പോട്ടൈനസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടൈനസ് എത്രയാണ്? എ ബി. എ ബി സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എ സി. പൈതഗോറസ് തിയറമാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് ബേസ് സ്ക്വയർ ഇസിക്കൽ ടു ഹൈപ്പോട്ടൈനസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതിന്റെ വാല്യൂകൾ ഈ സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? റൂട്ട് ആവും. അപ്പൊ സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ റൂട്ട് ആവും. ആൻഡ് ഇനി എനിക്ക് ഇവിടത്തെ ബേസ് അറിയണം, ആർ ക്യൂ. ആർ ക്യൂ. അപ്പൊ ആർ ക്യൂ സ്ക്വയർ ഇസിക്കൽ ടു ഇവിടെ എന്ത് തന്നെയാണ്? ഹൈപ്പോട്ടൈനസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടൈനസ് ആരാണ്? പി ക്യൂ. പി ക്യൂ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ. ഈ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും. ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോൾ റൂട്ടായി മാറും. അപ്പൊ ആ ബി സിയുടെ വാല്യൂവും കിട്ടി, ആർ ക്യൂന്റെ വാല്യൂവും കിട്ടി. അപ്പൊ നമ്മളിവിടെ നോക്കാണ്ടായിരുന്നു എ സി ഡിവൈഡഡ് ബൈ പി ആർ. വേണ്ട, എ സി ഡിവൈഡഡ് ബൈ പി ആർ. അതുപോലെ തന്നെ എ ബി ഡിവൈഡഡ് ബൈ പി ക്യു. എ ബി ഡിവൈഡഡ് ബൈ പി ക്യു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതും പറയാലോ, സി ബി ഡിവൈഡഡ് ബൈ ആർ ക്യു അല്ലേ. അപ്പൊ ഞാൻ അതിനെ ഇതാണ് ബി സി ഡിവൈഡഡ് ബൈ ക്യു ആർ. കാരണം ഇതും റേഷ്യോ എഴുതി, ഇതിന്റെയും ഇതിന്റെ റേഷ്യോ സെയിം ആണെങ്കിൽ ഇതിന്റെ റേഷ്യോയും സെയിം ആയിരിക്കും. മൂന്നാമത്തെ സൈഡിന്റെ തേർഡ് സൈഡിന്റെ റേഷ്യോ സെയിം ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം? ബി സി ഡിവൈഡഡ് ബൈ ക്യു ആർ എന്ന് എഴുതാം. അതാണ് ബി സി ഡിവൈഡഡ് ബൈ ക്യു ആർ എന്ന് എഴുതിയത്. ബി സിയുടെ വാല്യൂ എത്രയാണ്? റൂട്ട് ഓഫ് എ ബി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യു ആർ, അല്ലെങ്കിൽ ആർ ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് പി ക്യു സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ. ഓക്കെ, എനിക്കിവിടെ നമ്മൾ ഇവിടെ കണ്ടായിരുന്നു എ ബി ബൈ പി ക്യു ഇസിക്വൽ ടു കെ എന്ന് അല്ലെ. എ ബി ബൈ പി ക്യു ഇസിക്വൽ ടു കെ എന്ന് ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഇതാ എ ബി ഡിവൈഡഡ് ബൈ പി ക്യു ഇസിക്വൽ ടു കെ. അപ്പൊ ഇതിൽ നിന്ന് എ ബി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ പി ക്യു അപ്പുറത്ത് പോയ പോലെ
അപ്പൊ ഡിവൈഡഡ് ബൈ പി ക്യു ആണ്. എ ബി ഡിവൈഡഡ് ബൈ പി ക്യു. ഈ ഡിവിഷൻ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആണ്. വിച്ച് ഇംപ്ലൈസ് ഇവിടെ എ ബി മാത്രമേ ഉള്ളൂ. ഇസിക്കൽ ടു ഈ പി ക്യു ഇങ്ങ് വരുമ്പോൾ എന്താണ്? പി ക്യു ഇൻറ്റു കെ എന്ന് കിട്ടും അല്ലെ. പി ക്യു ഇൻറ്റു കെ എന്ന് കിട്ടും. ഈ ഡിവിഷൻ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. അതുപോലെ തന്നെ എനിക്ക് എ സി ഡിവൈഡഡ് ബൈ പി ആർ എന്നുണ്ട്. അതിന്റെ വില എത്രയാണ്? കെ. ഇതിന്റെ വില കെ എന്നാണ് പറയുന്നത്. അപ്പൊ എ സി ഡിവൈഡഡ് ബൈ പി ആർ എന്ന് പറയുന്നത് കെ. അതിൽ നിന്ന് എനിക്ക് ഈ എ സി അറിയണം. എ സി അറിയണമെങ്കിൽ പി ആർ അപ്പുറത്ത് പോകും അല്ലെ. ഈ പി ആർ ഇങ്ങ് വരുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. ബിക്കോസ് ഡിവിഷൻ ആണ് ഇവിടെ കിടക്കുന്നത്. എ സി ഡിവൈഡഡ് ബൈ പി ആർ എന്നാണ്. എ സി ഇസിക്കൽ ടു ഈ പി ആർ ഇങ്ങ് പോകുമ്പോൾ എന്താവും? ഇൻറ്റു ആവും. അപ്പം പി ആർ കെ എന്ന് കിട്ടും. ഓക്കെ, ഇത് ഇത്രയും ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഞാൻ ആ വാല്യൂ എടുത്തത് അവിടെ എ ബി ഇസിക്കൽ ടു പി ക്യു കെ എന്ന് പറയുന്നത് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം ഇവിടെ എന്തുണ്ട്? എ ബി ഉണ്ട്. എ ബിയുടെ വാല്യൂ എന്തായി മാറി? പി ക്യു കെ എന്നായി മാറി. അതുപോലെ എ സി എന്നും ഇവിടെ ഉണ്ട്. എ സിയുടെ വാല്യൂ എന്തായി മാറി? എ സി ഇസിക്കൽ ടു പി ആർ കെ എന്ന് മാറി. അപ്പൊ ഈ രണ്ട് വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. അപ്പൊ ബി സി ഡിവൈഡഡ് ബൈ ക്യു ആർ ഇസിക്കൽ ടു റൂട്ട് ഓഫ് എ ബിയുടെ അവിടെ എന്താണ്? പി ക്യു കെ ദ ഹോൾ സ്ക്വയർ. കാരണം എ ബി സ്ക്വയർ എന്നാണ് അല്ലെ. എ ബി സ്ക്വയർ എന്നാണ്. ഈ സ്ക്വയർ ആണ് ഇവിടെ കൊടുത്തത്. പിന്നെ എന്തുകൊണ്ട്? മൈനസ്. ഇനി എ സിക്ക് എത്ര കിട്ടി? പി ആർ കെ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് ഇത്? റൂട്ട് പി ക്യു സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ. ഓക്കെ, which implies BC by QR is equal to ഈ BC by QR is equal to ഇതെന്താണ് മീൻ ചെയ്യുന്നത്? ഞാൻ ഇവിടെ മായ്ക്കുകയാണ്. ഇത് ഇത്ര നിങ്ങൾ എഴുതിയെടുത്തോണം. ഇത് അതായത് നമുക്ക് റൂട്ട് ഓഫ് എം ഇൻറ്റു എൻ ദ ഹോൾ സ്ക്വയർ എന്നാണെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ പറ്റും. എം സ്ക്വയർ ഇൻറ്റു എൻ സ്ക്വയർ എന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. റൂട്ട് ഓഫ് എം എൻ ദ ഹോൾ സ്ക്വയർ എന്നാണെങ്കിൽ എമ്മിന്റെയും സ്ക്വയർ കാണുക, എന്നിന്റെയും സ്ക്വയർ കാണുക. അതുപോലെ പി ക്യു കെ ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ പി ക്യുവിന്റെയും സ്ക്വയർ കാണുക, കെയുടെയും സ്ക്വയർ കാണുക. അപ്പൊ റൂട്ട് എന്താണ്? പി ക്യു കെ ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ പി ക്യുവിന്റെ സ്ക്വയർ. അപ്പൊ പി ക്യു സ്ക്വയർ കെ സ്ക്വയർ. കണ്ടോ? പി ക്യു സ്ക്വയർ കെ സ്ക്വയർ മൈനസ് പി ആർ കെ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? പി ആറിന്റെ സ്ക്വയറും കാണണം, കെയുടെയും സ്ക്വയർ ആണ്. അപ്പൊ പി ആർ സ്ക്വയർ കെ സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് എന്താണ്? പി ക്യു സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഫോമാറ്റ്, ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. ഇതിന്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. വി സി ബൈ ക്യു ആർ ഇസിക്കൽ ടു ബി സി ബൈ ക്യു ആർ ഇസിക്കൽ ടു ഇതിൽ എന്താണ് കോമൺ ആയിട്ടുള്ളത്? കെ സ്ക്വയർ കോമൺ ആയിട്ടുണ്ട് അല്ലെ. ഇവിടെയും കെ സ്ക്വയർ ഉണ്ട്, ഇവിടെയും കെ സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കെ സ്ക്വയറിനെ സെപ്പറേറ്റ് ആക്കി എടുക്കാം, കോമൺ ആക്കി എടുക്കാം. ഇത് ഇത്രയും ഉള്ളിലോട്ട് എഴുതാം. അപ്പൊ റൂട്ട് ഓഫ് പി ക്യു സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് ഈ കെ ഞാൻ പുറത്തെടുക്കുകയാണ്. കെ സ്ക്വയർ രണ്ടിടത്തും ഉള്ളതുകൊണ്ട് നമുക്ക് പുറത്തായിട്ട് ഇങ്ങനെ കെ സ്ക്വയർ എന്ന് ഇങ്ങനെ എഴുതാം. ഡിവൈഡഡ് ബൈ പിന്നെ എന്താ ഉള്ള? റൂട്ട് പി ക്യു സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് ആണ്. ഇവിടെ നോക്കൂ, റൂട്ട് ഓഫ് പി ക്യു സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ ഇൻറ്റു കെ സ്ക്വയർ. അതായത് റൂട്ട് ഓഫ് എം സ്ക്വയർ ഇൻറ്റു എൻ സ്ക്വയർ. ഈ ഒരു ഫോർമാറ്റിലാണ് ഇത് ഇരിക്കുന്നത്. ഇത് ഇത്രയും എം സ്ക്വയർ, ഇത് വന്നിട്ട് എൻ സ്ക്വയർ, അല്ലെങ്കിൽ എം ഇൻറ്റു എൻ എന്നുള്ള ഫോർമാറ്റിൽ. അപ്പൊ ഇപ്പൊ എം ഇൻറ്റു എൻ ആണെന്ന് വിചാരിച്ചു. റൂട്ട് ഓഫ് എം ഇൻറ്റു എൻ ആണെങ്കിൽ ഇതിനെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. റൂട്ട് എം ഇൻറ്റു റൂട്ട് എൻ. റൂട്ട് ഓഫ് എം ഇൻറ്റു എൻ ആണെങ്കിൽ അതിനെങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് എം ഇൻറ്റു റൂട്ട് ഓഫ് എൻ. എമ്മിന്റെയും റൂട്ട് കാണണം, എന്നിന്റെയും റൂട്ട് കാണണം എന്നാണ് ഇതിന്റെ മീനിങ്. അപ്പൊ റൂട്ട് ഓഫ് പി ക്യു സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ ഇൻറ്റു കെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? റൂട്ട് ഓഫ് ഇതും കാണണം, റൂട്ട് ഓഫ് ഇതും കാണണം. ഇതുപോലെ ഇത് രണ്ടെണ്ണം പോലെയാണ് ഇതും ഇരിക്കണം. അപ്പൊ ഇതിന്റെ സ്ക്വയറും കാണണം, ഇതിന്റെ സ്ക്വയറും കാണണം. അപ്പൊ അതെങ്ങനെ എഴുതാം? ബി സി ബൈ ക്യു ആർ
ഇസ് ഈക്വൽ ടു റൂട്ട് പി ക്യു സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ ഇൻറ്റു റൂട്ട് കെ സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് പി ക്യു സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത് സ്പ്ലിറ്റ് ആയത് മനസ്സിലായല്ലോ. അപ്പൊ റൂട്ട് കെ സ്ക്വയർ എന്ന് വെച്ചാൽ അതിന്റെ ആൻസർ എത്രയാണ്? കെ ആണ് അല്ലെ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ ആൻസർ എക്സ് എന്നാണ്. അതായത് ഈ സ്ക്വയറും ഈ റൂട്ടും ക്യാൻസൽ ആയി എക്സ് പുറത്ത് വരും. അതുപോലെ ഈ സ്ക്വയർ ഈ റൂട്ട് ക്യാൻസൽ ആയി കെ പുറത്ത് വരും. അപ്പം ഇവിടെ സെയിം ആയിട്ട് ആരുണ്ട്? റൂട്ട് പി ക്യു സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് പി ക്യു സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ സെയിം തന്നെയാണ് അല്ലെ. അപ്പൊ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് രണ്ട് കട്ടായി പോകും. ഇത് രണ്ട് കട്ടായിട്ട് ഇനി ആരേ ഉള്ളൂ? റൂട്ട് കെ സ്ക്വയറേ ഉള്ളൂ. ഈ കെ സ്ക്വയർ എന്താവും? സ്ക്വയർ ആയതുകൊണ്ട് റൂട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോൾ കെ ആയി മാറും. അപ്പൊ ബി സി ബൈ ക്യു ആറിന്റെ വിലയും എന്ത് തന്നെയാണ്? കെ തന്നെയാണ്. നമ്മൾ ഇവിടെ എ സി ബൈ പി ആർ, എ ബി ബൈ പി ക്യു ഇസിക്കൽ ടു കെ എന്ന് കിട്ടി. അതുപോലെ ബി സി ബൈ ക്യു ആറിന്റെ വാല്യൂവും കെ എന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇത് മൂന്നും ഇതും 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 എന്ത് തന്നെയാണ്? ഈക്വൽ ടു കെ എന്ന് നമുക്ക് എടുത്തെഴുതാൻ സാധിക്കും അല്ലേ. എല്ലാം സെയിം വാല്യൂ ആണ് കിട്ടിയത് കൊണ്ട് അത് നമുക്ക് എഴുതാൻ പറ്റും. എന്തെന്ന് എഴുതാം? എ സി ബൈ പി ആർ ഇസിക്കൽ ടു എ ബി ബൈ പി ക്യു ഇസിക്കൽ ടു ഇതിന്റെ വിലയും എന്ത് തന്നെ കിട്ടി? കെ എന്ന് കിട്ടി. അതുകൊണ്ട് ഇത് ഇവിടെ എടുത്ത് എഴുതാം. ബി സി ബൈ ക്യു ആർ ഇസിക്കൽ ടു കെ. കാരണം ഇതിനും കെ, ഈ വാല്യൂവും കെ ആണ്, ഈ വാല്യൂവും കെ ആണ്. അപ്പൊ ഇവര് മൂന്ന് പേരുടെയും വാല്യൂ എത്രയാണ്? കെ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. എ സി പി ആർ ആരാണ്? ഇതാണ് എ സിയും പി ആർ ഈ സൈഡ്. എ ബി ബൈ പി ക്യു ആരാണ്? ഈ രണ്ട് ഹൈപ്പോട്ടനസ്. ബി സി ബൈ ക്യു ആർ ആരാണ്? ഇതും ഇതും. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡും വേറൊരു ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡും സെയിം റേഷ്യോയിലാണ് കിട്ടുന്നതെങ്കിൽ ഇതാണ് അതിന്റെ റേഷ്യോ. 1 എന്ന് അല്ലെ എന്തോ ആട്ടെ, ആ ഒരു റേഷ്യോയിൽ കിട്ടുകയാണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾ എന്തെന്ന് വിളിക്കാം? സിമിലർ ട്രയാങ്കിൾ ആണെന്ന് വിളിക്കാം. അപ്പൊ രണ്ട് ട്രയാങ്കിൾ സിമിലർ, കാണാൻ സിമിലാരിറ്റി ഉള്ള ട്രയാങ്കിൾ ഇറ്റ്സ് എ സിമിലർ ട്രയാങ്കിൾ. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ രണ്ട് ട്രയാങ്കിൾ നമുക്ക് സിമിലർ എന്ന് എഴുതാം. ബിക്കോസ് അതിന്റെ മൂന്ന് സൈഡിന്റെ റേഷ്യോ സിമിലർ ആയത്, റേഷ്യോ ഈക്വൽ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ എ ബി സി സിമിലറിന് ഇതാണ് സിമ്പിൾ, സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ. എന്തുകൊണ്ട് സിമിലർ ആയി? ഇത് മൂന്നിന്റെ റേഷ്യോ ഈക്വൽ ആയതുകൊണ്ട്. സോ നമുക്ക് എന്തെന്ന് എഴുതാം? സോ ആംഗിൾ സി ഈക്വൽ, ഇത് 90 ഡിഗ്രി ആണ്, ഇതും 90 ഡിഗ്രി. അപ്പൊ ആംഗിൾ സി ഇസിക്കൽ ടു ആംഗിൾ ആർ കോമ ആംഗിൾ എ ഇസിക്കൽ ടു ആംഗിൾ പി ആൻഡ് ആംഗിൾ ബി ഇസിക്കൽ ടു ആംഗിൾ ക്യൂ എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? സിമിലർ ട്രയാങ്കിളിന്റെ ആംഗിൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ മൂന്ന് ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ആ ഒരു റൂൾ വെച്ചിട്ട് നമുക്ക് എന്തെന്ന് എഴുതാം? ആംഗിൾ സിയും ആംഗിൾ ആറും ഈക്വൽ ആണ്, ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആണ്, ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണെന്ന്. അതിതാ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ, ഈസിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഫൈനൽ എക്സാമിന്, നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് വരുന്നതാണ്. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്നത് സൈൻ ബി ഇസിക്കൽ ടു സൈൻ ക്യൂവിന് വരാം കോസ് ബി ഇസിക്കൽ ടു കോസ് ക്യൂ എന്ന് വേണമെങ്കിൽ തരാം. അപ്പൊ അങ്ങനെ തന്നാലും സെയിം ആണ്. നമുക്ക് അവിടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസിന് പകരം അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ് ഇട്ട് ചെയ്യണം. എന്ത്? കോസ് ബി ഇസിക്കൽ ടു കോസ് ക്യൂ എന്നാണ് നിങ്ങൾക്ക് ഇതേ സെയിം ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ് ഇട്ട് വേണം ചെയ്യാൻ. സൈൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ് ഇട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഈ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുക. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് അടുത്ത എക്സാമ്പിൾ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? കൺസിഡർ ട്രയാങ്കിൾ എ സി ബി. ട്രയാങ്കിൾ എ സി ബി കൺസിഡർ ചെയ്യണം. അതെങ്ങനെയുള്ള ട്രയാങ്കിൾ ആണ്? റൈറ്റ് ആംഗിൾഡ്. അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ആ റൈറ്റ് ആംഗിൾ എവിടെയാണ്? അറ്റ് സി. സിയിലാണ് റൈറ്റ് ആംഗിൾ വരുന്നത്. നമുക്കിവിടെ ഫിഗർ വന്നിട്ടുണ്ട്. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്. അതിൽ റൈറ്റ് ആംഗിൾ എവിടെ വരുന്നു? സിയിലാണ് വരുന്നത്. സോ റൈറ്റ് ആംഗിൾ അറ്റ് സി
ഇൻ വിച്ച് എ ബി ഇസ് ഈക്വൽ ടു 29 യൂണിറ്റ്സ്. ഈ ട്രയാങ്കിളിൽ എ ബി 29 യൂണിറ്റ്സ് ആണ് ആണല്ലോ. എ ബി ഇസ് ഈക്വൽ ടു 29 യൂണിറ്റ്സ്. ബി സി 21 യൂണിറ്റ്സ്. ബി സി എത്രയാണ്? 21 യൂണിറ്റ്സ് ആണ്. ആൻഡ് ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു തീറ്റ. ആംഗിൾ എ ബി സി ഇവിടെയാണ് ആംഗിൾ വരുന്നത്. അതെന്താണ്? തീറ്റ. ഓക്കെ, ഇതിനാണ് നമ്മൾ തീറ്റ എന്നാണ്. തീറ്റ, THE. ഇതാണ് സിമ്പിൾ, തീറ്റയുടെ സിമ്പിൾ. ഗ്രീക്ക് ആംഗിൾ ആണ്. ഗ്രീക്കിലുള്ള അവര് മാത്സിലിടുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഇതിന്റെ പേര് തീറ്റ എന്നാണ്. ഓക്കെ, ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ്. അതിൽ നമ്മൾ കണ്ടെത്തേണ്ടത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ കോസും സൈനും ആണ് ഉള്ളത്, റേഷ്യോസുകൾ. സൈനിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ്. കോസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ്. അപ്പൊ ഈ തീറ്റ എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ അഡ്ജസെന്റ് സൈഡും ഉണ്ട്, ഹൈപ്പോട്ടൈനസും ഉണ്ട്. പക്ഷെ സൈന്റെ റേഷ്യോ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ്, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്. തീറ്റ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്, പക്ഷെ അവിടെ വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് സൈൻ റേഷ്യോ അറിയണമെങ്കിൽ ഇവിടുത്തെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ട്രയാങ്കിൾ 90 ഡിഗ്രി ട്രയാങ്കിൾ ആണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിന്റെ ബേസും ഹൈപ്പോട്ടൈനസും ഉണ്ട്. അപ്പൊ ഈ ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാലോ. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ആൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത് ഇവിടെ ആരാണ്? എ സി. അപ്പൊ എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടൈനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഹൈപ്പോട്ടൈനസ് ആരാണ്? എ ബി. എ ബി സ്ക്വയർ മൈനസ് ബേസ് ആരാണ്? ബി സി സ്ക്വയർ. നമുക്കറിയാം റൂട്ട് സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? റൂട്ട് ആവും അല്ലെ. നമുക്ക് എ സി ആണ് ആവശ്യം. അപ്പൊ ഈ സ്ക്വയർ ഇപ്പുറത്ത് കൊണ്ടുവരണം. സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ റൂട്ട് ആവും. ദിസ് സ്ക്വയർ ഈസ് കൺവേർട്ടഡ് ടു റൂട്ട്. അപ്പൊ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി. എ ബി എത്രയാണ്? 29. 29 സ്ക്വയർ മൈനസ് ബി സി. ബി സി എത്രയാണ്? 21. 21 സ്ക്വയർ. ഓക്കെ, എ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 29 സ്ക്വയർ. അപ്പൊ ഇവിടെ നമ്മൾ ഇത് രണ്ടിന്റെ സ്ക്വയർ എടുത്ത് ചെയ്യാൻ ടൈം എടുക്കും. നമുക്കിവിടെ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. ഇത് ഈ രണ്ടും ഒരു ഫോർമുലയിലാണ് ഇരിക്കുന്നത് അല്ലെ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലെ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഈ ഫോർമുലയിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഈ ഫോർമുല നിങ്ങൾ പഠിച്ചു വയ്ക്കണം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ അതിന്റെ ഫോർമുല എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ ഇതിനെ നമുക്ക് ഈ ഒരു മെത്തേഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ എ ആര്? 29, ബി 21. അപ്പൊ എ പ്ലസ് ബി എന്ന് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? 29 പ്ലസ് 21 ഇൻറ്റു എ മൈനസ് ബി. വീണ്ടും 29 മൈനസ് 21. ഓക്കെ, അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റിലോട്ട് ഞാൻ മാറ്റി. ഇനി എന്ത് ചെയ്യാം? എ സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 21ഉം 29ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? ആഡ് ചെയ്ത് എത്ര കിട്ടും? 15 കിട്ടും അല്ലെ. ഇൻറ്റു 29ൽ നിന്ന് 21 പോയാൽ ബാലൻസ് 8 കിട്ടും. ഈക്വൽ ടു റൂട്ട് ഓഫ് 15. 0 ഇൻറ്റു 8 0. 8 ഇൻറ്റു 5 14. അപ്പോൾ 400 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത്. പക്ഷെ ഇതിന്റെ റൂട്ട് കാണണം. നിങ്ങൾക്ക് ഇതിന്റെ റൂട്ട് 20 ആണ്. 20ന്റെ സ്ക്വയർ ആണ് 400. നമുക്ക് നോക്കാം. 20നെ 20 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 20ന്റെ സ്ക്വയർ എത്ര നോക്കാം? 0 0. 2 ഇൻറ്റു 0 2 ഇൻറ്റു 2 4. ഓക്കെ, അപ്പൊ 20യുടെ സ്ക്വയർ ആണ് 400. അപ്പൊ 400ന്റെ റൂട്ട് 20. ഇതിപ്പോ നിങ്ങൾക്ക് കാണാതെ അറിയില്ല. ഈ 400ന്റെ റൂട്ട് 20 ആണെന്ന് അറിയില്ലെങ്കിൽ ഒരു വഴിയുണ്ട്, ഈസി മെത്തേഡ് ഉണ്ട്, പറഞ്ഞുതരാം. 400 ആദ്യം എഴുതുക. 400 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് നമ്പർ 2 ആണ് അല്ലെ. 2 കൊണ്ട് 400 ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 400ന്റെ പാതി എത്രയാണ്? 200. ഇനി അതിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 200ന്റെ പകുതി 100. വീണ്ടും അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 100ന്റെ പകുതി 15. വീണ്ടും അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25. വീണ്ടും ഇനി 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് ഓഡ് നമ്പർ, ഇറ്റ്സ് ആൻ ഈവൻ നമ്പർ അല്ലെ. 25 ഈസ് ആൻ ഓഡ് നമ്പർ. ഇതെല്ലാം ഈവൻ നമ്പർ ആയതുകൊണ്ടാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയത്. ഇവിടെ നമുക്ക് 5ന്റെ ടേബിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 25നെ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5ന്റെ ടേബിൾ എത്ര വട്ടം പറഞ്ഞാൽ 25 കിട്ടും? 5 ടൈംസ് അല്ലെ. 5 ഇൻറ്റു 5 ആണ് 25. ഈ 5നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ബാലൻസ് 1. ഇനി ഇവിടെ നിങ്ങൾ പെയർ ആയിട്ട് എടുക്കണം. അപ്പൊ ഈ രണ്ട്
ടു എത്ര എണ്ണം ഉണ്ട്? രണ്ടെണ്ണം വീതം എടുക്കണം. ഈ പെയറിന് ഒരു 2 എടുക്കണം, ഈ പെയറിൽ നിന്ന് ഒരു 2 എടുക്കണം, ഈ പെയറിൽ നിന്ന് ഒരു 5 എടുക്കണം. ഓക്കെ, ഈ രണ്ട് 2-ൽ നിന്ന് ഒരു 2 എടുത്തു, ഈ രണ്ട് 2-ൽ നിന്ന് ഒരു 2 എടുത്തു, ഈ രണ്ട് 5-ൽ നിന്ന് ഒരു 5 എടുത്തു. ഇവരെല്ലാവരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 2 4, 4 × 5 20. അപ്പൊ ഇങ്ങനെ നമുക്ക് 400ന്റെ റൂട്ട് എത്രയാണ്? 20 എന്ന് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് 400ന്റെ റൂട്ട് അറിയില്ല, എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് 400ന്റെ റൂട്ട് എത്രയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അതിന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. റൂട്ട് കണ്ടുപിടിക്കുന്ന ഒരു ഈസി മെത്തേഡാണ്. അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇത് ആരാണ്? എ സിയുടെ വാല്യൂ ആണ് 20. എ സി ആരാണ്? ഇതാണ് എ സി. ഇവിടുത്തെ വാല്യൂ 20 കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സൈനും കോസും ടാനും എല്ലാം കണ്ടുപിടിക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ, കോസ് എന്ന് പറയുന്നത് എന്താണ്? കോസിന്റെ തീറ്റയുടെ കോസ് ഏതാണ്? തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ബൈ തീറ്റയുടെ ഹൈപ്പോട്ടനസ്. അപ്പൊ ഈ ട്രയാങ്കിൾ ഹൈപ്പോട്ടനസ് 29, അഡ്ജസന്റ് 21 ആണ്. ഈ തീറ്റയുടെ അഡ്ജസ്റ്റന്റ്, ഈ ആംഗിളിന്റെ അഡ്ജസ്റ്റന്റ്. കോസ് എന്ന് വെച്ചാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഏതിന്റെ അഡ്ജസന്റ്? ഈ തീറ്റയുടെ അഡ്ജസന്റ്. അപ്പൊ തീറ്റയുടെ അഡ്ജസന്റ് ഇത്, ഈ ട്രയാങ്കിൾ ഹൈപ്പോട്ടനസ് ഇതാണ്. അപ്പൊ നമുക്ക് എഴുതാം കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസന്റ്. അപ്പൊ ബി സി, അഡ്ജസന്റ് എന്ന് പറയുന്നത് ബി സി ഡിവൈഡഡ് ബൈ എ ബി ഇസ് ഈക്വൽ ടു ബി സി എത്രയാണ്? 21/29. അപ്പൊ കോസ് സ്ക്വയർ തീറ്റ എന്താവും? ഈ 21/29ന്റെ സ്ക്വയർ അല്ലേ? ഇനി സൈൻ തീറ്റ, സൈൻ തീറ്റ, സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഈ തീറ്റയുടെ ഓപ്പോസിറ്റ്, ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് ഏതാണ്? 20, ഹൈപ്പോട്ടനസ് ഇത്. അപ്പൊ ഓപ്പോസിറ്റ് എ സി ബൈ എന്താണ്? എ ബി ഈക്വൽ ടു എ സിയുടെ വാല്യൂ 20/AB 29 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇനി എന്ത് എഴുതാം? അപ്പം കോസ് തീറ്റയും സൈൻ തീറ്റയും കിട്ടിക്കഴിഞ്ഞു. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കാം. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എത്രയാണ്? 21/29, 21/29 കോസ് സ്ക്വയർ തീറ്റ ആണ്. അപ്പൊ കോസ് തീറ്റയുടെ സ്ക്വയർ, കോസ് തീറ്റ എന്ന് പറയുന്നത് ഇതാണ്, അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 21²/29 പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. സൈൻ തീറ്റ എത്രയാണ്? സൈൻ തീറ്റ 20/29 അതിന്റെ സ്ക്വയർ. അപ്പൊ 20യുടെ സ്ക്വയർ ബൈ 29ന്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, ഡിനോമിനേറ്റർ സെയിം ആയിട്ട് ന്യൂമറേറ്റർ നമുക്ക് ഒരുമിച്ച് എഴുതാം. 21² പ്ലസ് 20² the whole divided by 29² എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ 21ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 441 ആണ്, പ്ലസ് 20യുടെ സ്ക്വയർ എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു 400 ആണ്, ഡിവൈഡഡ് ബൈ 29ന്റെ സ്ക്വയർ. 29ന്റെ സ്ക്വയർ എന്താണ്? 841 ആണ്. ഓക്കെ, which is equal to 441 400. അപ്പൊ എന്താണ്? 841 എന്ന് മേളിൽ കിട്ടും. താഴെ എത്രയാണ്? 841 is equal to 841 എത്രയാണ്? 1 ആണ് ആൻസർ അല്ലേ? ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ 1 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 1. ഓക്കെ, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ആൻസർ എപ്പോഴും 1 ആയിരിക്കും. അത് നിങ്ങൾക്ക് ഒരു MCQ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ആൻസർ എന്തൊക്കെ കൊടുത്തിരിക്കാം? 1, 0, 1/√2 ഇങ്ങനെയൊക്കെ പലതും കൊടുത്തിരിക്കാം. പക്ഷെ എപ്പോഴും ആൻസർ എത്രയാണ്? അതിന്റെ വാല്യൂ 1 ആയിരിക്കും. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. അത് നിങ്ങൾ ഈ ട്രയാങ്കിളിന് എന്ത് വാല്യൂ ഇട്ട് ചെയ്താലും ഫൈനൽ ആൻസർ എപ്പോഴും 1 ആയിരിക്കും. ഇനി അവിടെ നമുക്ക് രണ്ടാമത്തെ ഈ ഓപ്ഷൻ ചെയ്യാം. കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. കോസ് സ്ക്വയർ തീറ്റ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. കോസ് സ്ക്വയർ തീറ്റ എന്താണ്? കോസ് സ്ക്വയർ തീറ്റ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ 21² / 29²
മൈനസ് ഇവിടെ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ്. അപ്പൊ 20 സ്ക്വയർ ബൈ 29 സ്ക്വയർ ഇസിക്കൽ ടു, ഈ സ്ക്വയർ ഉള്ളതുകൊണ്ടാണ് ഇതിന് സ്ക്വയർ ഇട്ടിരിക്കുന്നത്. അപ്പൊ 21 സ്ക്വയർ മൈനസ് 20 സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ 29 സ്ക്വയർ ഇസിക്കൽ ടു 21ന്റെ സ്ക്വയർ 441 മൈനസ് 20യുടെ സ്ക്വയർ വന്നിട്ട് 400 ഡിവൈഡഡ് ബൈ 841 ആണ് ഡിനൈൻ്റെ സ്ക്വയർ. 441 നിന്ന് 400 പോയാൽ ബാക്കി 41 ഡിവൈഡഡ് ബൈ 841. ഇതാണ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റയുടെ വില. അപ്പോൾ ക്ലിയർ ആയല്ലോ. എന്താണ് കോസ് തീറ്റ എന്ന് പറയുന്നത്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ്, അത് എഴുതി. സ്ക്വയർ ഉള്ളതുകൊണ്ട് രണ്ടിനും സ്ക്വയർ കൊടുത്തു. മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണ്. സൈൻ തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ്. അപ്പോൾ 20/29 20/29 സ്ക്വയർ ഉള്ളതുകൊണ്ട് സ്ക്വയർ കൊടുത്തു. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഒരുമിച്ച് എഴുതി. മുകളിലുള്ളതിൻ്റെ എല്ലാം സ്ക്വയർ കണ്ടുപിടിച്ചു, മൈനസ് ചെയ്തു, ഡിവൈഡഡ് ബൈ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ ഈസി അല്ലേ. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സി എങ്ങനെയുള്ളതാണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്, അതായത് 90 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിളുടെ അറ്റ് ബി, അതിലെ 90 ഡിഗ്രി എവിടെയായിട്ട് വരും? ബി ആംഗിൾ ആണ് 90 ഡിഗ്രി ആംഗിൾ ആയിട്ട് വരുന്നത്, റൈറ്റ് ആംഗിൾ ആയിട്ട് വരുന്നത്. ഇത് ടാൻ എ ഇസിക്കൽ ടു 1, അതിന്റെ ടാൻ എ റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ വെരിഫൈ ദാറ്റ് 2 സൈൻ എ ഇൻറ്റു കോസ് എ ഇസിക്കൽ ടു 1. ഇപ്പൊ 2 സൈൻ എ കോസ് എ ഇസിക്കൽ ടു 1 എന്ന് വെരിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അതായത് 2ന്റെ കൂടെ സൈൻ എയുടെ റേഷ്യോ ഇൻറ്റു കോസ് എയുടെ റേഷ്യോ ഇൻറ്റു ചെയ്യുമ്പോൾ, ഇത് ഈ 3 റേഷ്യോ വാല്യൂസും ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 1 ആയിരിക്കണം എന്ന് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. ഞാനൊരു ട്രയാങ്കിൾ വരച്ചു. ഈ ട്രയാങ്കിളിന്റെ എവിടെയാണ് റൈറ്റ് ആംഗിൾ വരേണ്ടത്? ബി. റൈറ്റ് ആംഗിളുടെ അറ്റ് ബി, ബിയിലാണ് റൈറ്റ് ആംഗിൾ ഉണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ബി എന്ന് കൊടുത്തു. ഇത് എയും എ ബി സിയിൽ എയും സിയും, അത് ഇഷ്ടമുള്ളിടത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ എ എന്ന് കൊടുത്തു, ഇവിടെ ഞാൻ സി എന്ന് കൊടുത്തു. ഓക്കെ. ടാൻ എ ഈക്വൽ ടു 1 എന്നവർ പറയണം. അപ്പൊ എ ആണ് നമ്മുടെ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആംഗിൾ. ഏത് ആംഗിളിനെ ബേസ് ചെയ്താണ് റേഷ്യോ വരുന്നത്? എ എന്ന് പറയുന്ന ഈ ആംഗിളിനെ ബേസ് ചെയ്താണ് റേഷ്യോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ എ എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ ടാൻ വാല്യൂ ആണ് 1. ടാൻ വാല്യൂ എത്രയാണ്? 1 ആണ്. ടാൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അതായത് ടാൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് ടാനിന്റെ ഡെഫിനിഷൻ. ടാൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ബി സി, അഡ്ജസന്റ് സൈഡ് എ സി. ആംഗിളോട് ചേർന്ന് വരുന്ന ഈ വശത്തിനാണ് അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത്. ആംഗിളിന് നേരെ എതിരെ കിടക്കുന്ന ഈ സൈഡിനാണ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എഴുതാം ടാൻ എ ഇസിക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ്, എയുടെ ഓപ്പോസിറ്റ് സൈഡ് ബി സി. അപ്പൊ ബി സി ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് എ ബി. അപ്പൊ ഈ രണ്ട് റേഷ്യോയും ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 1 എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ടാൻ എ ഇസിക്കൽ ടു 1, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഈക്വൽ ടു 1. അപ്പം രണ്ട് സൈഡുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ 1 കിട്ടണമെങ്കിൽ ആ രണ്ട് സൈഡ് ഈക്വൽ ആവണ്ടേ? ഫോർ എക്സാമ്പിൾ ഇത് 5 ആണെങ്കിൽ അല്ലേ 5/5 ഇസിക്കൽ ടു 1 എന്ന് കിട്ടത്തുള്ളൂ. ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലേ നമുക്ക് 1 കിട്ടുള്ളൂ. അല്ലെ ഇതിപ്പോ 15 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതും 15 ആയിരിക്കണം, എങ്കിൽ 15/15 ഈക്വൽ ടു 1 എന്ന് കിട്ടത്തുള്ളൂ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തെന്ന് പറയാം? ഈ ബി സിയും എ ബിയും ഈക്വൽ ആണെന്ന് പറയാം. അതായത് ഈ സൈഡിന്റെ നീളവും ഈ സൈഡിന്റെ മെഷർമെന്റും, ഈ രണ്ടിന്റെ മെഷർമെന്റ് ഈക്വൽ ആയിരിക്കണം, എങ്കിൽ ഇതേ ഡിവൈഡഡ് ബൈ ഇതെന്ന് പറയുന്നത് 1 ആകത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? എ ബി ഈക്വൽ ടു ബി സി. എ ബിയും ബി സിയും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം, എങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടത്തുള്ളൂ. ഈക്വൽ ടു അതിനൊരു വില, അതായത് 5/5 ആവാം, 15/15 ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അതുകൊണ്ട് ഞാൻ അതിന് കെ എന്ന് കൊടുത്തു. ഓക്കെ. അപ്പൊ ഈ രണ്ട് സൈഡിന്റെ വാല്യൂ എത്ര എന്ന് കൊടുത്തു? കെ എന്ന് കൊടുത്തു. സോ ഇത് കെ, ഇതും കെ, എങ്കിലല്ലേ കെ ബൈ കെ ഈക്വൽ ടു 1 എന്ന് കിട്ടത്തുള്ളൂ അല്ലെ? ബി സി ബൈ എ ബി ഈക്വൽ ടു 1 വരണമെങ്കിൽ രണ്ടും ഒരേ വാല്യൂ ആയിരിക്കണം. കെ എന്ന് പറയുന്ന ഒരേ വാല്യൂ ആയിരിക്കണം. ഓക്കെ.
അപ്പൊ ഞാൻ അത് കെ എന്ന് കൊടുത്തു. നമ്മളോട് ഇവിടെ ഇരിക്കുന്ന സൈനും കോസും ആണ്. സൈൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ്. കോസിന്റെ ഡെഫിനിഷൻ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ്. അപ്പൊ ഈ എയുടെ അഡ്ജസന്റും ഹൈപ്പോട്ടൈനസും ഈ എയുടെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടൈനസ്. അപ്പൊ രണ്ടിനും ഹൈപ്പോട്ടൈനസ് എന്ന് പറയുന്ന ഒരു സൈഡ് ആവശ്യമാണ്. ഇവിടെ ഹൈപ്പോട്ടൈനസ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അത് കണ്ടുപിടിക്കണം. എന്തിട്ട് കണ്ടുപിടിക്കാം? പൈതോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കാം അല്ലെ. രണ്ട് സൈഡ് അറിയാമെങ്കിൽ മൂന്നാമത്തെ സൈഡ് അറിയണമെങ്കിൽ പൈതോറസ് തിയറം യൂസ് ചെയ്താൽ മതി. അപ്പൊ ഹൈപ്പോട്ടൈനസ് ആണ്. പൈതോറസ് തിയറം പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ടൈനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഓക്കെ, ഹൈപ്പോട്ടൈനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഇവിടുത്തെ ഹൈപ്പോട്ടൈനസ് ആരാണ്? ഈ ട്രയാങ്കിൾ ഹൈപ്പോട്ടൈനസ് എ സി ആണ് അല്ലെ. ഈ 90 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് എപ്പോഴും ഹൈപ്പോട്ടൈനസ്. അപ്പൊ എ സി ഇസ് ദ ഹൈപ്പോട്ടൈനസ്. അപ്പൊ എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ആൾട്ടിറ്റ്യൂഡ് ഏതാണ്? ഇതാണ് അല്ലെ. അപ്പൊ കെ സ്ക്വയർ പ്ലസ് എന്താണ്? ബേസ് സ്ക്വയർ കെ സ്ക്വയർ, അതും കെ എൻ ആണ് അല്ലെ. ബേസ് ബി സി എന്ന് പറയുന്നത് കെ എൻ ആണ്. അപ്പൊ ഈ സ്ക്വയർ ഇപ്പുറത്തൊരു ബന്ധാവും, റൂട്ട് ആവും അല്ലെ. ഇസിക്കൽ ടു റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. എത്ര കെ സ്ക്വയർ ഉണ്ട്? 2 കെ സ്ക്വയർ ഉണ്ട് അല്ലെ. ഇവിടെ ഒരു കെ സ്ക്വയർ, ഇവിടെ ഒരു കെ സ്ക്വയർ, രണ്ടുകൂടെ കൂട്ടിയാൽ 2 കെ സ്ക്വയർ എന്ന് കിട്ടും. കെ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ 2 കെ സ്ക്വയർ. അതായത് റൂട്ട് ഓഫ് എം എൻ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? റൂട്ട് എം ഇൻറ്റു റൂട്ട് എൻ എന്നാണ് അല്ലെ. ഒരു റൂട്ടിനകത്ത് രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഫസ്റ്റ് നമ്പറിന്റെ റൂട്ട് ഇൻറ്റു സെക്കൻഡ് നമ്പറിന്റെ റൂട്ട്. അപ്പൊ 2 എന്ന് പറയുന്ന ഒരു നമ്പറും ഉണ്ട്, കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അനദർ നമ്പറും ഉണ്ട്. അപ്പൊ 2 ഇൻറ്റു കെ സ്ക്വയർ, ഇതിന്റെ റൂട്ട് അറിയാൻ എന്ത് ചെയ്യണം? 2ന്റെ റൂട്ടും അറിയണം ഇൻറ്റു കെയുടെ റൂട്ടും അറിയണം, കെ സ്ക്വയറിന്റെ റൂട്ടും അറിയണം. ഇതുപോലെ എ റൂട്ട് ഓഫ് എം ഇൻറ്റു റൂട്ട് ഓഫ് എൻ. അപ്പൊ 2ന് റൂട്ട് ഇല്ല, 2ന് റൂട്ട് ഇല്ല, പക്ഷെ കെ സ്ക്വയറിനുണ്ട്. കെ സ്ക്വയറിന്റെ ഈ സ്ക്വയറും ഈ റൂട്ട് കട്ടായിട്ട് എന്ത് കിട്ടും? കെ എന്ന് കിട്ടും. അപ്പൊ റൂട്ട് 2k ആണ്, അല്ലെങ്കിൽ കെ റൂട്ട് കെ 2 ആണ് നമ്മുടെ വാല്യൂ. ഏത്? എ സി എന്ന് പറയുന്ന ഹൈപ്പോട്ടൈനസ് എന്താണ്? കെ റൂട്ട് 2 അല്ലെ. കെ റൂട്ട് 2 അല്ലെങ്കിൽ റൂട്ട് 2 ഇൻറ്റു കെ എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഞാനത് ഹൈപ്പോട്ടൈനസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ സൈനും കോസും എല്ലാം കണ്ടുപിടിക്കാം. അപ്പൊ ഒന്നുകൂടെ പറയാം. ടാൻ എ എന്ന് പറയുന്ന ഒരു ക്ലൂ ഉണ്ട്. രണ്ട് സൈഡിന്റെ റേഷ്യോ ഒന്നാണെങ്കിൽ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കണം. അതുകൊണ്ട് കെ എന്ന് കൊടുത്തു. അത് വെച്ചിട്ട് പൈതോറസ് തിയറം വെച്ചുകൊണ്ട് ഹൈപ്പോട്ടൈനസ് കണ്ടുപിടിച്ചു. ഹൈപ്പോട്ടൈനസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൈനിന്റെ വാല്യൂ ഇതാ. സൈൻ എന്ന് പറയുന്നത്, സൈൻ എ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ് ഈക്വൽ ടു ഈ എയുടെ ഓപ്പോസിറ്റ് ആരാണ്? ഇതാണ്, അതായത് ബി സി. ബി സി ബൈ ഹൈപ്പോട്ടൈനസ്. ഹൈപ്പോട്ടൈനസ് എന്താണ്? എ സി ഇസിക്കൽ ടു ബി സിയുടെ വാല്യൂ എത്രയാണ്? കെ. ഹൈപ്പോട്ടൈനസ് എ സിയുടെ വാല്യൂ കെ റൂട്ട് 2. ഓക്കെ, ഇസിക്കൽ ടു ഈ കെയും സെയിം ആയിട്ടുള്ള ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ സെയിം ആയിട്ടുള്ള നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ കെയും കട്ടാവും. അപ്പൊ ഇവിടെ കെ കട്ടായി പോയി. ഇവിടെ ആരേ ഉള്ളൂ? 1 ഉണ്ട് അല്ലേ. ഇവിടെ ആരുണ്ട്? റൂട്ട് 2 ഉണ്ട്. ഇനി കോസ് എ, കാരണം നമുക്കിവിടെ സൈനും വേണം കോസും വേണം. അപ്പോൾ കോസ് എ എന്ന കോസിന്റെ ഡെഫിനിഷൻ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ് എന്നാണ്. ആരുടെ അഡ്ജസന്റ്? ഈ എ എന്ന് പറയുന്ന ആംഗിളിന്റെ അഡ്ജസന്റ്. അപ്പൊ എ എന്ന് പറയുന്ന ആംഗിളിന്റെ അഡ്ജസന്റ് എന്ന് പറയുന്നത് ഈ സൈഡാണ്. അപ്പൊ ഏതാണ്? എ ബി ഡിവൈഡഡ് ബൈ, ഈ സൈഡ് എന്താണ്? എ ബി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടൈനസ് എന്താണ്? എ സി അല്ലെ. എ സി ഇസിക്വൽ ടു എ ബിയുടെ വില എത്രയാണ്? കെ. എ സിയുടെ വാല്യൂ എത്രയാണ്? കെ റൂട്ട് 2. കെ റൂട്ട് 2 ഇസിക്വൽ ടു ഇവിടെയും എന്താ തന്നെ സംഭവിക്കും? ഈ കെയും കട്ടായി പോകും. അപ്പൊ ഇവിടെ മേളിൽ കട്ടായി പോയതുകൊണ്ട് 1, താഴെ ആരുണ്ട്? റൂട്ട് 2. ഇപ്പൊ രണ്ടിന്റെ വില എത്രയാണ്? 1/√2 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം. 2 ഇൻറ്റു സൈൻ എ കോസ് എ അല്ലേ ഇസിക്വൽ ടു 2 ഇൻറ്റു സൈൻ എ. സൈൻ എയുടെ വാല്യൂ എത്രയാണ്? 1/√2. അപ്പോൾ 1/√2 ഇൻറ്റു 2 ഇൻറ്റു സൈൻ എ, അതായത് ഇനി ഇൻറ്റു കോസ് എ. കോസ് എയുടെ വാല്യൂ എത്രയാണോ അത് 1/√2. അപ്പം
ഇവിടെ എന്താണ്, ഇതെല്ലാം ന്യൂമറേറ്ററുകളാണ് അല്ലെ. 2 × 1 × 1 ആണ് നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പൊ 2 × 1 2, വീണ്ടും 2 × 1 2. അപ്പൊ മുകളിൽ 2 എന്ന് കിട്ടും. √2 × √2, √2 × √2 എത്രയാണ്? √2 × √2 is equal to √2 × 2 അല്ലേ. ഈ 2ഉം 2ഉം ഇൻറ്റു ചെയ്യണം, റൂട്ടിനകത്തിട്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ റൂട്ടിനകത്തിട്ട് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് 4 എന്ന് കിട്ടും. 4ന്റെ റൂട്ട് എത്രയാണ്? 2 അല്ലേ. 4 2ന്റെ സ്ക്വയർ ആണ് 4, 4ന്റെ റൂട്ട് 2. അപ്പൊ ആൻസർ എത്ര കിട്ടും? 2 എന്ന് ഇവിടെ കിട്ടും. മുകളിൽ ഓൾറെഡി 2 ആയി, താഴെയും √2 × √2 എത്രയാണ്? 2 എന്ന് കിട്ടി. 2/2 എത്രയാണ്? 1. അതായത് 2 sin A × cos A യുടെ വാല്യൂ എത്രയാണ്? 1 എന്ന് കിട്ടി. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ വെരിഫൈ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ therefore വെരിഫൈ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? 2 sin A cos A is equal to എന്തെന്ന് കിട്ടിക്കഴിഞ്ഞു? 1 എന്ന് നമ്മളിവിടെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള പ്രോബ്ലത്തിനെല്ലാം നമ്മൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് ഹൈപ്പോട്ടനസ് ആദ്യം കണ്ടുപിടിക്കുക. ഹൈപ്പോട്ടനസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈനും കോസും എല്ലാം ഈസി ആയിട്ട് കിട്ടും. പിന്നെ അത് ഈ ഇക്വേഷനിൽ അവർ പറയുന്ന ആ ഒരു പ്രോപ്പർട്ടീസിൽ ഇട്ടുകൊണ്ട് അതിനെ വാല്യൂ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ട്രയാങ്കിൾ ഒ പി ക്യു, ഒരു ട്രയാങ്കിൾ ഉണ്ട്, പേരെന്താണ്? ഒ പി ക്യു. റൈറ്റ് ആംഗിൾഡ് അറ്റ് പി. ആ ട്രയാങ്കിളിന്റെ പി എന്താണ്? പി എന്ന് പറയുന്ന ആംഗിൾ വന്നിട്ട് റൈറ്റ് ആംഗിൾഡ് ആണ്. റൈറ്റ് ആംഗിൾഡ് എന്ന് വെച്ചാൽ ആ ആംഗിൾ 90 ഡിഗ്രി ആണ്. ഒ പി ക്യു എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്, പി വന്നിട്ട് റൈറ്റ് ആംഗിൾഡ് ആണെന്ന് പറയുന്നത്. പി വന്നിട്ട് റൈറ്റ് ആംഗിൾ 90 ഡിഗ്രിക്ക് ഇങ്ങനെയാണ് സിമ്പിൾ. ഒ പി is equal to 7 സെന്റിമീറ്റർ തന്നിട്ടുണ്ടല്ലോ. ഒ പി is equal to 7 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഒ ക്യു മൈനസ് പി ക്യു is equal to 1 സെന്റിമീറ്റർ. ഒ ക്യു മൈനസ് പി ക്യു, അതായത് ഈ ഒ ക്യുവിൽ നിന്ന് ഈ പി ക്യു മൈനസ് ചെയ്ത ആൻസർ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ഡിറ്റർമൈൻ ദ വാല്യൂസ് ഓഫ് സൈൻ ക്യു ആൻഡ് കോസ് ക്യു. ഇതിന്റെ സൈൻ ക്യു വാല്യൂവും കോസ് ക്യു വാല്യൂവും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ നമ്മൾ എടുക്കേണ്ട ആംഗിൾ ക്യൂ ആണ് അല്ലെ. സൈൻ ക്യൂ കോസ് ക്യൂ എന്ന് പറയുമ്പോൾ ക്യൂ ഈസ് ദ ആംഗിൾ. അപ്പൊ ദിസ് ആംഗിൾ വി വിൽ ടേക്ക് ദിസ് ആംഗിൾ. അപ്പൊ സൈൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് എടുക്കേണ്ടത്. ഹൈപ്പോട്ടനസ് ഇതായിരിക്കണം. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡാണ് എപ്പോഴും ഹൈപ്പോട്ടനസ്. അതുപോലെ തന്നെ കോസ് ക്യൂ കാണണം. കോസ് ക്യൂ ആണ്, ക്യൂവിന്റെ കോസ് വാല്യൂ ആണ് അറിയേണ്ടത്. അപ്പൊ ക്യൂവിന്റെ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ അഡ്ജസന്റ് ഹൈപ്പോട്ടനസ് നമുക്ക് ആകെ ഉള്ളത് ഈ പി ക്യൂയുടെ സൈഡിലെ ലെങ്ത് മാത്രമേ ഉള്ളൂ അല്ലെ. ഇപ്പൊ ഇവിടത്തും കൂടെ അറിയാമെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് ഇത് കണ്ടുപിടിക്കായിരുന്നു. ഇവിടത്തത് അറിയില്ല, ഇവിടത്തതും അറിയില്ല, ആകെ ഇതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു ക്ലൂ അവർ തരുന്നുണ്ട്, ഒ ക്യു മൈനസ് പി ക്യു ഇസ് ഈക്വൽ ടു 1 എന്നുള്ളത്. അത് നമുക്ക് എടുത്ത് എഴുതാം. ഒ ക്യു മൈനസ് പി ക്യു ഇസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ ഗിവൺ. എന്താണ്? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒ ക്യു അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ പി ക്യു ഈക്വൽറ്റിന്റെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി അല്ലെ. ഇത് മൈനസ് പി ക്യു ആണ്. ഈ മൈനസ് പി ക്യു ഈക്വൽറ്റിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് പി ക്യു ആവും. അപ്പൊ ഇസിക്കൽ ടു ഇപ്പുറത്ത് ആരുണ്ട്? 1 ഉണ്ട് ഓൾറെഡി. ഈ മൈനസ് പി ക്യു ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് പി ക്യു എന്ന് കിട്ടും. ഓക്കെ, ഇക്വേഷൻ 1 എന്നായിരിക്കട്ടെ. നമുക്കിവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഈ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് ഹൈപ്പോട്ടനസും ബേസ് ആൾട്ടിറ്റ്യൂഡും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പൈതഗോറസ് തിയറം വെച്ച് ഹൈപ്പോട്ടനസ് അറിയണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഹൈപ്പോട്ടനസ് സ്ക്വയർ. ഹൈപ്പോട്ടനസ് ആരാണ്? ഒ ക്യു. അപ്പൊ ഒ ക്യു സ്ക്വയർ ഇസിക്കൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസിക്കൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ആൾട്ടിറ്റ്യൂഡ് ആരാണ്? പി ക്യു. പി ക്യു സ്ക്വയർ പ്ലസ് ബേസ് ആരാണ്? പി ഒ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പൈതഗോറസ് തിയറം. എന്താണ്? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസിക്കൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. അപ്പൊ ഇവിടെ ഒ ക്യു സ്ക്വയർ ഉണ്ട്, അതായത് നമ്മുടെ ഒ ക്യു നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചു 1 പ്ലസ് പി ക്യു ആണെന്ന് അല്ലെ. ഒ ക്യു ഇസിക്കൽ ടു 1 പ്ലസ് പി ക്യു. ഇതിനടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 1 പ്ലസ് പി ക്യു ദ ഹോൾ സ്ക്വയർ. എന്തുകൊണ്ട്? ഇവിടെ സ്ക്വയർ ഉണ്ട് അല്ലെ. ഒ ക്യു എന്ന് മാത്രമല്ല, ഒ ക്യു സ്ക്വയർ എന്നാണ്. അപ്പൊ ഒ ക്യുവിന്റെ വാല്യൂ ഇട്ടിട്ട് ഈ സ്ക്വയർ ഇട്ട് കൊടുത്തു. ഇസിക്കൽ ടു പി ക്യു സ്ക്വയർ പ്ലസ് പി ഒ. പി ഒ എത്രയാണ്? 7 ആണ് അല്ലെ. പിയുടെ വാല്യൂ 7 ആണ്, അതിന്റെ സ്ക്വയർ. പിയുടെ വിലയാവുന്ന ഈ 7 എടുത്ത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തു.
ഇത് വന്നിട്ട് എന്ത് ഫോമിലാണ് ഇരിക്കുന്നത്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലാണ് ഇരിക്കണം അല്ലെ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ഈ ബി സ്ക്വയർ അല്ലെ. ഈ ഫോമിലായിട്ട് നമ്മൾ മാറ്റണം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ഫോമിൽ അപ്ലൈ ചെയ്യണം? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ആൻസർ ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ 1 പ്ലസ് പി ക്യൂ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എ വന്നിട്ട് 1, ഇത് വന്നിട്ട് ബി ആണ്. അപ്പൊ എ സ്ക്വയർ അപ്പൊ 1ന്റെ സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ആരാണ്? 1 ഇൻറ്റു ബി എന്ന് പറയുന്നത് ആരാണ്? പി ക്യൂ പ്ലസ് ബി സ്ക്വയർ ബി ആരാണ്? പി ക്യൂ. അപ്പൊ പി ക്യൂവിന്റെ സ്ക്വയർ ഈസിക്കൽ ടു ഇനി എന്താണ്? പി ക്യൂ സ്ക്വയർ പ്ലസ് 7ന്റെ സ്ക്വയർ. ഓക്കെ. അപ്പൊ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്തു. 1ന്റെ സ്ക്വയർ 1 പ്ലസ് 2 ഇൻറ്റു 1 2 ഇൻറ്റു പി ക്യൂ 2pq ഇസിക്കൽ ടു ഞാൻ ഈ പ്ലസ് പി ക്യൂ സ്ക്വയറിനെ ഇപ്പുറത്ത് കൊണ്ടുവരികയാണ്. അപ്പൊ ഇപ്പുറത്ത് ആരുണ്ട്? ഈക്വലിന്റെ ഇപ്പുറത്ത് ആരുണ്ട്? പി ക്യൂ സ്ക്വയർ ഉണ്ട്, പിന്നെ ഒരു 7ന്റെ സ്ക്വയർ എന്താണ്? 49 അല്ലെ. 7 സ്ക്വയർ എന്ന് വെച്ചാൽ 7 ഇൻറ്റു 7 എന്നാണ്. 7 സ്ക്വയർ 7 ഇൻറ്റു 7 എത്രയാണ്? 49 ഇസിക്കൽ മൈനസ് ഈ പി ക്യൂ സ്ക്വയർ. ഓക്കെ. 1ന്റെ സ്ക്വയർ എഴുതി, പ്ലസ് എഴുതി, 2 ഇൻറ്റു 1 ഇൻറ്റു പി ക്യൂന്റെ ആൻസർ എഴുതി. ഈ പ്ലസ് പി ക്യൂ ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് പി ക്യൂ സ്ക്വയർ. ഓക്കെ. ഈ പി ക്യൂ സ്ക്വയർ പ്ലസ് 49 ആണ് ഇത്. അത് കഴിഞ്ഞ് ഈ പി ക്യൂ സ്ക്വയർ അപ്പുറത്ത് വരുമ്പോൾ മൈനസ് പി ക്യൂ സ്ക്വയർ ആണ്. അപ്പോൾ 1 പ്ലസ് 2pq ഈസിക്കൽ ടു ഈ പി ക്യൂ സ്ക്വയറും മൈനസ് പി ക്യൂ സ്ക്വയറും ക്യാൻസൽ ആവും അല്ലെ. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആവും. ഇനി ആരേ ഉള്ളൂ? 49. ഈ 1 ആൻസർ ഈക്വൽ ടുന്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? മൈനസ് ആവും. ബിക്കോസ് ഇവിടെ എന്താണ്? പോസിറ്റീവ് 1 ആണ് അല്ലെ. ഈ പോസിറ്റീവ് 1 ഈക്വൽ ടുന്റെ ഇപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് 1 ആവും. അപ്പൊ ഞാൻ ഈ 1നെ ഇവിടോട്ട് എഴുതാണ് -1. ഇവിടെ നിന്ന് ഈ 1 പോയി. ഇവിടെ ആരേ ഉള്ളൂ? 2pq ഉള്ളൂ. അപ്പൊ പി ക്യൂ ഇസിക്കൽ ടു 49 നിന്ന് 1 പോയ 48 അല്ലെ. 49 മൈനസ് 1 48. ഈ 2pqയിലെ ഈ 2 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവൈഡ് ആവണം. ഇത് ഇൻറ്റു ആണ്. 2 ഇൻറ്റു പി ക്യൂ ആണ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആയി മാറും. അപ്പൊ പി ക്യൂ ഇസിക്കൽ ടു 48/2 എന്ന് കിട്ടും. 48നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 24 ആണ് കിട്ടുന്നത്. അപ്പൊ പി ക്യൂ എത്രയാണ്? 24. പി ക്യൂ ഇത് 24. ഓക്കെ. അപ്പൊ നമുക്ക് ബേസും കിട്ടി, ആൾട്ടിറ്റ്യൂഡും കിട്ടി. ഇനി ഇത് രണ്ടും വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാം. അതിനെയും കാട്ടി നല്ലത് നമുക്ക് ഇവിടെ അത് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ഒ ക്യൂ. ഈ ഒ ക്യൂ എന്ന് പറയുന്നത് ഇതാ കിടപ്പുണ്ട്. 1 പ്ലസ് പി ക്യൂ ആണ് ഒ ക്യൂ. 1 പ്ലസ് പി ക്യൂ. പി ക്യൂ എത്രയാണ്? പി ക്യൂ എന്ന് പറയുന്നത് 24. ഈ 24 എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? ഒ ക്യൂവിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഞാൻ അത് അവിടെ ഇടാൻ പോവുകയാണ്. Substitute the value of PQ in equation 1. Okay. ഈ പി ക്യൂയുടെ വാല്യൂ എടുത്ത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇക്വേഷൻ എന്താണ്? ഒ ക്യൂ അല്ലെ. ഒ ക്യൂ ഇസിക്കൽ ടു 1 പ്ലസ് പി ക്യൂ. പി ക്യൂ എത്രയാണ്? 24 ഇസിക്കൽ ടു 25. അപ്പൊ ഒ ക്യൂ എത്ര എന്ന് കിട്ടിക്കഴിഞ്ഞു? 25 എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണ്? 3 സൈഡും കിട്ടിക്കഴിഞ്ഞു അല്ലെ. ഹൈപ്പോട്ടേനസ്, ബേസ്, ആൾട്ടിറ്റ്യൂഡ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനെ കണ്ടുപിടിക്കാം. സൈൻ ക്യൂ എത്ര, കോസ് ക്യൂ എത്ര എന്നുള്ളത് കണ്ടുപിടിക്കാം. ഞാൻ ഇതെല്ലാം മായ്ക്കുകയാണ്. സൈൻ ക്യൂ. സൈനിന്റെ എന്താണ് ഡെഫിനിഷൻ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. ക്യൂവിന്റെ ഓപ്പോസിറ്റ് ഇതാണ് പി ക്യൂ, പി ഒ. അപ്പൊ പി ഒ ബൈ ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് ഒ ക്യൂ ഇസിക്കൽ ടു പി ഒ എത്ര? 7.
ഹൈപ്പോട്ടൈനസ് എത്ര 25. അപ്പൊ സൈൻ ക്യൂ എത്ര എന്നുള്ളത് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോസ് ക്യൂ. കോസിന്റെ ഡെഫിനിഷൻ എന്താണ്? അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ് എന്നാണ്. അപ്പൊ ക്യൂവിന്റെ അഡ്ജസെന്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ, അടുത്തൂടെ പോകുന്ന സൈഡ്, അഡ്ജസെന്റ് സൈഡ്. അപ്പൊ ഇത് എന്താണ്? പി ക്യൂ ആണ് അഡ്ജസെന്റ് സൈഡ്. ഹൈപ്പോട്ടൈനസ് എന്ന് പറയുന്നത് ഒ ക്യൂ. പി ക്യൂവിന്റെ വില എത്രയാണ്? 24. ഹൈപ്പോട്ടൈനസ് എത്രയാണ്? 25. അപ്പൊ ഇതാണ് കോസ് ക്യൂവിന്റെ റേഷ്യോ. സൈൻ ക്യൂവിന്റെ റേഷ്യോ 7/25ഉം കോസ് ക്യൂവിന്റെ റേഷ്യോ 24/25 ആണ്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യനിൽ ഇതുപോലുള്ള ഒരു ക്ലൂ അവർ തന്നിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഈ രണ്ട് സൈഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ, ഈ സെറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ സൈനും കോസും, ഇനി വേറെ സീക്കോ കൊസീക്കോ എന്ത് തന്നാലും നമുക്ക് ഈ സെറ്റ്, ഒരു ട്രയാങ്കിള് 3 സൈഡിന്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ, വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എക്സാമ്പിൾസുകൾ, ഇതുപോലുള്ള എക്സാമ്പിൾസുകൾ തീർന്നു. അപ്പൊ ഈ എക്സാമ്പിൾസിലൂടെ തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി കാണും. ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.